Hello everyone, welcome to Delicious Recipes. ഇന്ന് നമുക്ക് അരിപ്പൊടി വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കിയാലോ. ഇതിൽ ഞാൻ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. കപ്പിയൊന്നും കാച്ചാതെയാണ് ഈ അപ്പം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പത്തിന് അരി നനയ്ക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് കരിക്കിൻ വെള്ളമാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ 24 മണിക്കൂർ ഇതൊന്ന് അടച്ച് മാറ്റി വെച്ചതാണിത്. ഇതിപ്പോൾ അടുത്ത ദിവസമാണ്. ഇത് നല്ലതുപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി എടുക്കാം. ഇത് ഇടിയപ്പവും അപ്പമൊക്കെ തയ്യാറാക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചോറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കരിക്കിൻ വെള്ളമാണ്. ഈ കരിക്കിൻ വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ തേങ്ങാവെള്ളം ഉപയോഗിച്ചാലും മതി. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിൽ വേണം ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പത്തിന് അരയ്ക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാവ് പുളിച്ചു പൊങ്ങാനായിട്ട് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കണം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇത് മാവ് പുളിച്ചു വരുന്നതിനെടുക്കുന്ന സമയത്തിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇതൊരു 8 മണിക്കൂറാണ് ഫെർമെൻ്റ് ആകാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നത്. ഒന്ന് അടച്ച് മാറ്റി വെച്ചേക്കാം. മാവ് ഇവിടെ പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാനുണ്ട്. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു അപ്പച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അപ്പച്ചട്ടി ചൂടായി വന്നപ്പോൾ ഒരു വലിയ സ്പൂൺ മാവാണ് ഒഴിച്ചത്. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. ചിലർക്ക് ഇതിൻ്റെ അരികൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പം ചുട്ടെടുക്കാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതിരുന്നിട്ട് പോലും നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പത്തിന് അരി നനയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇത് ഞാനിവിടെ കടലക്കറിയുമായിട്ടാണ് സെർവ് ചെയ്യുന്നത്. നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മട്ടൻ കറിയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് സ്റ്റൂവോ ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഇതിനു മുമ്പ് വെള്ളയപ്പത്തിൻ്റെയും അരി അരച്ച് ഈസ്റ്റൊക്കെ ചേർത്തിട്ടുള്ള പാലപ്പത്തിൻ്റെയൊക്കെ റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ അരി അരയ്ക്കാതെയുള്ള ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.